ക്രമം തെറ്റിയ മെൻസസ്, പെട്ടെന്ന് ശരീരഭാരം കൂടുക, മുഖത്ത് മുഖക്കുരു വരിക, അനാവശ്യമായ രോമവളർച്ച, കഴുത്ത്, കക്ഷം ഇവിടങ്ങളിൽ കറുപ്പ് നിറം വരിക. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ചിലപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അഥവാ PCOS കൊണ്ടാവാം. എന്താണ് സത്യത്തിൽ ഈ PCOS അഥവാ PCOD എന്ന് സാധാരണ എല്ലാവരും പറഞ്ഞു വരുന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം? സാധാരണയായി എല്ലാ സ്ത്രീകളിലും ഒരു മാസത്തിൽ ഒരണ്ടമാണ് പൂർണ്ണ വളർച്ചയെത്തി പുറത്തു വരിക. എന്നാൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാരണം ചിലരിൽ അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്താതിരിക്കുകയും അത് വെള്ളം നിറഞ്ഞ് ചെറിയൊരു സിസ്റ്റായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഒന്നിൽ കൂടുതലുള്ളത് കാരണം തന്നെ പോളിസിസ്റ്റിക് എന്നറിയപ്പെടുന്നു. പലരും വിചാരിക്കുന്നത് PCOS എന്നാൽ ഗർഭാശയത്തിനകത്ത് വലിയ മുഴയാണ്, അണ്ടാശയത്തിൽ മുഴയാണ് എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് PCOSന്റെ ലക്ഷണങ്ങൾ? ക്രമം തെറ്റിയ മെൻസസ്. ചിലപ്പോൾ മെൻസസ് വളരെയധികം വൈകിക്കഴിഞ്ഞാൽ മെൻസസ് ആവുമ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ, ബ്ലീഡിങ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ചില അവസരങ്ങളിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് എല്ലാ ദിവസവും ബ്ലീഡിങ് ഉണ്ടാവുക തുടങ്ങിയ എല്ലാ തരത്തിലുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റികളും PCOSൽ കണ്ടുവരാറുണ്ട്. എല്ലാ മാസവും അണ്ടവിസർജനം ഉണ്ടാവാതിരിക്കുക, മുഖക്കുരു, മുഖത്ത് അനാവശ്യ രോമ വളർച്ച, മുടികൊഴിച്ചിൽ, കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം എന്നിവയും കണ്ടുവരാറുണ്ട്. ചിലർക്ക് ഭാരം കൂടാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, PCOSലുള്ള എല്ലാവർക്കും തടിച്ച ശരീരപ്രകൃതി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മെലിഞ്ഞ ആൾക്കാർക്കും PCOS കണ്ടുവരാറുണ്ട്. PCOS ഉള്ളവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വൈകാറുണ്ട്. PCOS ഉണ്ടെന്ന് കരുതി ഗർഭധാരണം നടക്കില്ല എന്നല്ല അർത്ഥം. ശരിയായ ജീവിതശൈലി, ചിട്ടയായ വ്യായാമം, ഭക്ഷണക്രമം, ശരിയായ ചികിത്സ എന്നിവയിലൂടെ ഒട്ടുമിക്ക ആൾക്കാർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അവഗണിക്കാതെ സമയത്ത് പരിശോധന നടത്തുകയും ചികിത്സ തേടുകയും വേണം. PCOSനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത വീഡിയോകൾ കാണുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.